ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിത്തിരയാണ്, രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് കണ്ടാലോ. ഇന്ന് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചടിയാണ്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കൊണ്ട് നമ്മളിത് ഉണ്ടാക്കും. ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ട് വെക്കാൻ വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ആദ്യം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി എളുപ്പമാവും, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമാകുമ്പോൾ കുറച്ച് പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു 2-3 എടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ വേവിച്ച ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി ഒരു ഒന്നര അളവിൽ നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. അതൊന്നായി വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 2-3 സ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഐറ്റം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം 10 ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതവിടെ റെഡി ആയിട്ട് നമ്മൾ വറവിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, പിന്നെ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും അതും കൂടി ഇട്ടിട്ട് നന്നായി ഇതാക്കുക. പൊട്ടി തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി റെഡി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ആഹാ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നാളെ വേറൊരു വിഭവമായിട്ട് വരാവേ. അതുവരയ്ക്കും ബൈ, സീ യു.